ബംഗളൂരുവിൽ 2 പേർക്ക് HMPV വൈറസ് ബാധ കണ്ടെത്തി. 8ഉം 3ഉം മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം കുട്ടികൾക്ക് വിദേശ യാത്രാ പശ്ചാത്തലം ഇല്ല. ഐസൺ, HMPV വൈറസ് ബാധ അത് ഈ കൊറോണയെ പോലെ ഒരുപക്ഷെ വീണ്ടും അത് വലിയൊരു ഭീഷണിയുമായി പൊതുസമൂഹത്തിലേക്ക് വരും എന്ന വലിയൊരു ആശങ്ക ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ബംഗളൂരുവിൽ 2 കുട്ടികളിലാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനെ ആശങ്കയോടെ തന്നെ നോക്കിക്കാണണമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 കുട്ടികൾക്കും വിദേശയാത്ര പശ്ചാത്തലം ഇല്ല എന്നും ഇപ്പോൾ പുറത്ത് അറിയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇത് സംബന്ധിച്ച് ഭാരതത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു റിവ്യൂ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇത്തരമൊരു വൈറസിന്റെ സാന്നിധ്യം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചില സൂചനകൾ ലഭിച്ചിരുന്നത്. അത് ചൈനീസ് വൈറസ് അല്ല, ഭാരതത്തിൽ തന്നെ ഇത്തരമൊരു വൈറസ് നിലനിന്നിരുന്നു എന്നൊരു സൂചനയാണ് ലഭിച്ചത്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ യാത്രാ പശ്ചാത്തലം ഉണ്ടാകണം എന്നൊരു സാഹചര്യം നിർബന്ധമായും വേണ്ടതില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു വൈറസ് തന്നെയായിരിക്കാം ഇത് പരിശോധന ഘട്ടങ്ങളിൽ, അതായത് കുട്ടികൾ ഈ വിഷയം പരിശോധിക്കുന്ന വേളയിൽ ഈ നടന്ന പരിശോധന ഇത് കണ്ടെത്തിയതാകാം, സ്വാഭാവികമായും കണ്ടെത്തിയതാകാം എന്നാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന ഒരു വസ്തുത. നിലവിൽ 2 കേസുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേതും രണ്ടാമത്തേതും ബംഗളൂരുവിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു കുട്ടിക്ക്, ആദ്യം റിപ്പോർട്ട് ചെയ്ത കുട്ടിക്ക് 8 മാസം പ്രായവും രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത കുട്ടിക്ക് 3 മാസം പ്രായം. അതായത് ഇൻഫൻസ് ആണ് 2 കുട്ടികളും എന്നതാണ് ഏറെ ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയിൽ പ്രത്യേക സംവിധാനങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടി വരും എന്ന ഒരു പ്രത്യേക ഗൗരവമുള്ള ഒരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൊറോണയോളം ഗൗരവമേറിയ ഒരു വിഷയമായി അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമായി ഇത് വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വിശദീകരിക്കപ്പെടുന്നത്. അത് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ അത്തരം സൂചനകൾ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത, ചൈനയിൽ പടരുന്ന വൈറസിന്റെ അതേ ജനിതക സ്വഭാവമായിരിക്കണം ഇവിടെയും ഉണ്ടായിരിക്കുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമല്ല. മാത്രമല്ല, മറിച്ച് ചൈനയിൽ ശക്തമായ തണുപ്പ് നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. അത്രയും തണുപ്പുള്ള പ്രദേശങ്ങൾ ഭാരതത്തിൽ വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത കാര്യമായി ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ആശങ്കാജനകമായ സാഹചര്യം ഇല്ലെങ്കിലും ഗൗരവം വേണം. നേരത്തെ നമ്മൾ കൊറോണയുടെ കാലത്ത് ഭീതി വേണ്ട, കരുതൽ മതി എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയുള്ളൊരു സമീപനമേ ഈ വിഷയത്തിലും വേണ്ടി വരുന്നുള്ളൂ എന്നതാണ് പ്രധാനമായും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇപ്പോഴും ഇത് ഇൻഫെക്ട് ചെയ്തതായി റിപ്പോർട്ട് ചെയ്തത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിലാണ് ഇത് പടരാനുള്ള ഒരു സാധ്യത എന്നാണ് പ്രാഥമികമായി അനുമാനിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കൃത്യമായ ഒരു നീക്കങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നൊരു പ്രിക്കോഷൻ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട്. അത് മാത്രമല്ല, എങ്ങനെ കുട്ടികളിലേക്ക് വൈറസ് ബാധ ഉണ്ടായി എന്ന് പരിശോധിക്കേണ്ടതില്ലേ, അല്ലേ? അതല്ലേ ഏറ്റവും പ്രധാനമായി നടത്തേണ്ടത്? സോഴ്സ് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയം. ആ സോഴ്സ് കണ്ടെത്തിയാൽ ഏത് രീതിയിലാണ് ഇത് പടർന്നത് എന്ന് വളരെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഈ 2 ആശുപത്രികളിലാണോ എന്നൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആയ ഒരു സാഹചര്യത്തിൽ ഇത് വന്നതായിരിക്കാം എന്ന് ഒരു ആശുപത്രിയാണെങ്കിൽ കണക്കാക്കാൻ സാധിക്കും. എന്നാൽ അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന വൈറസിന്റെ പടരുന്ന സ്വഭാവം അത് സ്രവങ്ങളിലൂടെ, നമുക്കറിയാവുന്നതാണ്, തുമ്മുമ്പോഴൊക്കെ പുറത്തു വരുന്ന സ്രവങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ഈ വൈറസ് പടരുന്നത്. അത്തരത്തിൽ വൈറസ് പടരാനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കുക, മാത്രമല്ല അത്തരത്തിൽ ഏത് സോഴ്സിൽ നിന്നും ഈ വൈറസ് വന്നു എന്ന് കണ്ടെത്തുക എന്നതും ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല, പക്ഷേ കൊറോണയുടെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൈ റിസ്ക് സോണുകളോ റെഡ് സോണുകളോ ഒന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു നടപടി വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. ഈ വൈറസ് അത്രയും ഗൗരവമേറിയ അല്ലെങ്കിൽ അതിശക്തമായ പ്രതിരോധം, വൈറസിന്റെ സ്വയം പ്രതിരോധം അത്ര ശക്തമായതല്ല. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരിൽ ഇത് പടരുമ്പോൾ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയുള്ള മനുഷ്യരിൽ ഇത് കാര്യമായ സാന്നിധ്യം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ചില ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള, അതായത് കുട്ടികൾ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതുപോലെ പ്രായം ചെന്നവർ, മറ്റു ഗൗരവതരമായ രോഗമുള്ളവരിലൊക്കെ ഏത് രോഗവും പടരുമ്പോൾ അത് ന്യൂമോണിയയായി മാറുന്ന ഒരു സ്വഭാവമുള്ളതുപോലെ ഇതിനും ന്യൂമോണിയയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വളരെ കരുതലോടെ ഇരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഈ HMP വൈറസുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്
വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കാര്യമായ ഒരു സ്പ്രെഡ് വരാത്ത രീതിയിലുള്ള ഒരു ജനിതക സ്വഭാവം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് പടർന്നു പിടിക്കുകയും ചില പ്രത്യേക ശാരീരിക ഘടന അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഘടനയുള്ള പ്രദേശങ്ങളിൽ ഇതിന് പടരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി അത്തരം ഒരു പ്രശ്നം വ്യാപകമായി ലോകം മുഴുവൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണാനില്ല എന്നാണ് ഇന്നലെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളെല്ലാം തന്നെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇതിനെക്കുറിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം പല സംസ്ഥാനങ്ങളും തെലങ്കാന, കേരളമൊക്കെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മുൻകരുതൽ നടത്തുന്നതിന് വേണ്ടി ഈ തുമ്മലും ചുമയുമുള്ള സാഹചര്യങ്ങളിൽ മാസ്കുകൾ ധരിക്കണമെന്ന നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടി അത് ഒരു വളരെ ഏർലി പ്രതിരോധം, അതായത് നേരത്തെ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി നടന്ന ഒരു ചുവടുവെപ്പാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് തന്നെയായാലും രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അത് 14 വയസ്സ് വരെയുള്ള കുട്ടികളിലാണെങ്കിൽ വലിയ റിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രായമേറിയവരിലും മറ്റു രോഗമുള്ളവരിലും വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. രോഗത്തെക്കുറിച്ച് കരുതിയിരിക്കേണ്ടത് അനിവാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ 2 കുട്ടികൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ഒരു പഠനം, അതായത് ഇൻഫൻസിൽ പടരാനുള്ള ഒരു സാധ്യത വളരെ കൃത്യമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ 2 കേസുകളും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്.